നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അതെനിക്ക് കിട്ടേണ്ടത് ആനന്ദേട്ട, അതെനിക്ക് ആവശ്യമായിരുന്നു. മുൻപേ ഈ ശാസനം കിട്ടിയിരുന്നെങ്കിൽ അന്നേ എന്റെ മനസ്സ് നന്നായനെ. ഞാൻ മറ്റുള്ളവരുടെ പ്രേരണ കൊണ്ടും അറിഞ്ഞും ശ്യാമയെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. അതിന് ദൈവം തന്ന ശിക്ഷ എനിക്ക്. ചെയ്തു പോയ തെറ്റിന് കുറച്ചെങ്കിലും ശിക്ഷ കിട്ടിയല്ല. ഇപ്പൊ എനിക്ക് കുറച്ചെങ്കിലും മനസ്സമാധാനമുണ്ട്. തെറ്റിദ്ധാരണയുടെ പേരില് എന്തെല്ലാം ദ്രോഹങ്ങളാ ഞാൻ ശ്യാമയോട് ചെയ്ത. അതിനെല്ലാം ആ പാവം മോൾ അനുഭവിച്ച വേദന അതിന്റെ 10 വരില്ലല്ലോ ഇപ്പൊ എനിക്ക് കിട്ടിയ ഈ തിരിച്ചടി. ഞാനിപ്പോ ഒരു കാര്യം തീരുമാനിച്ചു. ഞാൻ ശ്യാമയോട് ചെയ്തു പോയ തെറ്റിനെല്ലാം എനിക്ക് പകരം തീർക്കണം. അത് സ്നേഹം കൊണ്ടാ, ശ്യാമയോടുള്ള സ്നേഹം കൊണ്ട്. ഇനി അവൾക്ക് വിഷമമുണ്ടാവുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യില്ല. എന്തായാലും ഈ മനംമാറ്റത്തല്ലാതെ ഈ പശ്ചാത്താപം തന്നെയാണ് എല്ലാത്തിലുള്ള പ്രായച്ചിത്തം. ഇനി ശ്യാമയുടെ മനസ്സ് വേദനിക്കാതെ നോക്കേണ്ടത് എന്റെ ചുമതലയാ. പക്ഷെ അപ്പോഴും മറ്റൊരു വേദന എന്റെ മനസ്സിലുണ്ട്. ഐശ്വര്യ, ഞാൻ അവളെ സ്വന്തം മോളെ പോലെയാ സ്നേഹിച്ച. എന്നിട്ടൊടുവിൽ എന്നെ തന്നെ അവസരം കിട്ടിയപ്പോ പാല് കൊടുത്ത കയ്യിൽ തന്നെ അവളെ തിരിഞ്ഞു കൊത്തി. യഥാർത്ഥ സ്നേഹം എന്താണെന്ന് ഞാൻ തിരിച്ചറിയാതെ പോയി. അതാ എനിക്ക് പറ്റിയത്. ആത്മാർത്ഥമായി സ്നേഹിച്ച ശ്യാമയെ ഞാൻ വെറുത്തു. ഐശ്വര്യയുടെ സ്നേഹം സത്യമാണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു പോയി. അതിനെനിക്ക് ശരിക്കും കിട്ടി. ഇപ്പോഴെങ്കിലും വസു സത്യം തിരിച്ചറിഞ്ഞല്ലോ, അത് മതി. ഐശ്വര്യ അരുണിന്റെ ഭാര്യയായിപ്പോയി. ഇല്ലെങ്കിൽ വസുന്ധര ആരാന്ന് ഈ നിമിഷം അവൾ അറിഞ്ഞേനെ. താൻ സമാധാനിക്ക്. ഇനിയിപ്പോ അതേ ചൊല്ലി ഐശ്വര്യയുടെ പ്രശ്നമൊന്നും വേണ്ട. ഒരു കണക്കിന് അവളെ ഇങ്ങനെ വളർത്തിയെടുത്തതില് വസുവിനും പങ്കില്ലേ? ഓർത്തു നോക്കി. ശരിയാ, അവളെ നിർത്തേണ്ടടുത്ത് നിർത്താൻ ഞാൻ മറന്നു. ഐശ്വര്യം നമ്മുടെ മോള. അവളെയും നമുക്ക് പറഞ്ഞു തിരുത്താനാവണം. അതിനാ വസു ശ്രമിക്കേണ്ടത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.